ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സൂപ്പർ ഫൺ ബ്ലോഗിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി കാണാം. ഗായ്സ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൺ സ്റ്റേറ്റ് RP ആയിട്ടാണ്. ഓക്കെ, ഒരു റോയൽ പ്ലേ ഗെയിമാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട റോയൽ പ്ലേ ഗെയിമാണ് കേട്ടോ. ഗൈസിനൊക്കെ എപ്പോഴോ കളിച്ചാൻ തുടങ്ങിയത്. പിന്നെ ഞാനിപ്പോൾ ഒന്ന് സൂപ്പർ മർഫാനിൽ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. റിയൽ മർഫാനിൽ ഇപ്പം ഞാൻ ഇടയായിട്ട് ഫീഫറിൻ്റെ കൂടിയൊന്നുമില്ല. അപ്പം അതങ്ങനെ ഇട്ടുപോയി, ഇടാൻ മറന്നുപോയതാണ്. പിന്നെ ഓക്കെ, ഇതിപ്പോൾ ഞാൻ സ്റ്റേറ്റ് RP കയറിയപ്പോൾ അപ്പോൾ ജയിലിലാണുള്ളത്. എന്നെ പോലീസ് ഓടിച്ചുകൊണ്ടെന്ന് ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ സ്ഥലമൊന്നും കരുതണ്ടെന്ന് ഗൈസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങട്ടെ ഗൈസ്. ഇറങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ ബാഗ് പോവുക. എൻ്റെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതെവിടെ ഗെറ്റ് ഔട്ട് ഓഫ് ജയിൽ കാർഡ്, ഈ ഒരു കാർഡ് ഇവിടെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ജയിലിൽ നിന്ന് പുറത്ത് പോവാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ആ കാർഡ് എടുത്തപ്പോൾ നമ്മളിപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മതി പുറത്തേക്ക് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ, അത് മെഡിക്കൽ കാർഡിനകത്തില്ലേ. ഇപ്പം നമ്മൾക്കിനി ഈ പാർക്കിലോട്ട് നിന്ന് ഒരു വണ്ടി എടുക്കാണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഒരു സ്കൂട്ടറാണ്. എനിക്ക് ഞാനിപ്പോൾ മെഡിക്കലിലാണ് പറഞ്ഞല്ലോ. ഈ മെഡിക്കലിൽ നിന്ന് എനിക്കിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോട്ടെ. അവിടെ എനിക്കൊരു ഇതുണ്ടാവും. എന്ത് ഗൈസ്, എത്രയാണ് പറയലേ, എനിക്കവിടെ എന്താ പണിക്ക് പോകാൻ പറ്റും. മറ്റേ മെഡിക്കലിൻ്റെ വണ്ടിയായിട്ട് ആംബുലൻസായിട്ട് പോകാൻ കഴിയും. പക്ഷേ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് ഹോസ്പിറ്റലിൻ്റെ ഒരു പാർക്കിങ്ങിലോട്ടുണ്ട് ഗൈസ്. അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ആംബുലൻസിൻ്റെ വണ്ടി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് അത് എടുത്താണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാണ്ടൊക്കെ. ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പം നമ്മൾ പോവുകയാണ് അങ്ങോട്ട് സ്കൂട്ടറിൽ. ഇപ്പം ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലും ഏകദേശമൊക്കെ എടുത്താൽ. അയ്യോ, ഓക്കെ, ഇത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വേറെ സർവറാണ് ഒരു ഓടിനാകും. ഫസ്റ്റ് അങ്ങനെ ഉണ്ടാവണം ഞങ്ങൾക്ക് അറിയണ്ടേ. അതിന് ദിവസം നമ്മൾ അതിൻ്റെ സ്ഥലത്ത് എത്തിക്കുന്നു. ഓക്കെ, അയ്യോ, സ്കൂട്ടറും വേറെ ഇങ്ങോട്ടെങ്കിലും ഇടട്ടെ. അത് ഇവിടെ നിന്ന് യേസിനെ പോലീസ് ഓടിച്ചത്. പിന്നെ പോലീസിൻ്റെ വണ്ടിക്ക് ആംബുലൻസും കൊണ്ട് കുത്തി. പോലീസിനെ മറ്റേ കിണ്ണ വെച്ചാണ്ട് വീഴ്ത്തിയാണ്ട്. ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സർവീസ് ഉണ്ട്, കണ്ടില്ലേ. അത് സെലക്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് സെലക്ട് കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ജോബ് ഒന്നുണ്ടാവും. അതങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ആംബുലൻസ് വരും. ആംബുലൻസും കൊണ്ട് നമ്മളിങ്ങനെ ആൾക്കാരെ കയറ്റി പോകണം. ഇവിടെ പോവുകയാണെങ്കിൽ ഒരു ആംബുലൻസ് ഉണ്ടല്ലേ, 0 രൂപയ്ക്ക് നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞത് ഇവിടെ ആംബുലൻസ് കിട്ടും, കണ്ടില്ലേ. അപ്പം നമുക്കിനി ഇതും കൊണ്ടൊരു സ്ഥലം വരെ പോകണം ഗൈസ്. ഓക്കെ, മൗണ്ടൈനിക്ക് പോകണം. നമുക്ക് മൗണ്ടൈനിക്ക് പോകണക്കാട്ടി മുന്നേ ഈ ഒരു മാപ്പിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചത്. ഇത് കണ്ട ഇത്രയും വലിയൊരു മാപ്പത്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ പോകാണ്ട്. ഇപ്പം നമ്മൾ പോകണത് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൈനിക്കല്ല. ഇപ്പോൾ നമുക്കൊരു വീട്ടിലേക്കാണ് പോകേണ്ടത്. ആ വീട്ടിൽ നിന്നാണ് ഈ നമ്മൾ മൗണ്ടൈനിക്ക് പോകുന്നത്. ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള മൗണ്ടൈനിക്ക് ഇതുണ്ട്. ഇതാണ് മൗണ്ടൈനി നമ്മൾ പോകുന്ന വീട്. ആ വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് മൗണ്ടൈനിക്ക് പോകണം. അടുത്താണ് ഈസ്. ഓക്കെ, നമ്മൾ ലോങ് ട്രിപ്പാണ് പോണത്. നമുക്ക് ഒരു പാട്ടൊക്കെ ഉണ്ടോ അവിടെ? പാട്ടുണ്ടാവേ, വീഡിയോ ഒക്കെ മോശമാവുമോ? ആവും ഗൈസ്, വേണ്ട, ഓഫാക്കിട്ടു. ഏകദേശം നമ്മൾ പോവുകയാണ്. നമുക്ക് സൈറനൊക്കെ ഇട്ട് പോവാം ഗൈസ്. പോവാട്ടോ, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, വേണ്ട ഓക്കേട്ടോ, നമുക്ക് പോവാം ഗൈസ്. എസ്കോർട്ട് കാലേ സൂപ്പർ മർഫാനിലിട്ടിട്ട് ഗൈസ് വീഡിയോ. പിന്നെ ഇവിടെ പോലീസുകാരൊക്കെ പോകുന്നുണ്ടല്ലോ. അടുത്ത ആളെ കുടിച്ചാൽ പോവുക. സോറി, പോലീസുകാരല്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആംബുലൻസ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ആംബുലൻസിൻ്റെ അത് എടുക്കാൻ പോയപ്പോൾ നിങ്ങളവിടെ വേറെ കുറേ വണ്ടി ഉണ്ടല്ലേ, അതിൻ്റെ ജീപ്പാണത്. ജീപ്പ് നമുക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ, പക്ഷെ നമുക്ക് അൺലോക്ക് ആയിട്ടില്ല. അത് എന്താ
പിന്നെ ഇത് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ജോബിൽ കയറിയാൽ മാത്രമേ നമുക്ക് ആംബുലൻസ് എടുക്കാവുള്ളൂ. പോലീസിൻ്റെ ജോബ് കയറുന്ന കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇതേപോലെ ഉണ്ടോ, നമുക്ക് പോലീസിൻ്റെ വണ്ടി എടുക്കാം. ഉള്ളവിടെ കുടുങ്ങിയടാ വണ്ടി, ഇക്കടാ വണ്ടി. ഓ രക്ഷപ്പെട്ടു. ഓ എന്തൊരു വളയലാ, വേഗം വന്നതായി. കുറച്ചും കൂടി പോകാനുള്ളൂ, കയറ്റാൻ പോലെ. അയ്യോ വഴി മാറിപ്പോയല്ലോ. ഈ വഴി പോവാം, ആ വഴിക്കൂടെയും പോവാം, ഈ വഴിക്കൂടെയും പോവാം. രണ്ടിലടിച്ച കയറി പോകണ്ടേ. ഇവിടൊക്കെ വീടാട്ടോ, ഒരാൾ ഈ വീട്ടിലൊക്കെ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ ഇവിടെ കണ്ടില്ല മീൻസ് റെഡ് കളർ വീടും ഇവിടെ നമുക്ക് കയറാനില്ല. നമുക്ക് യെല്ലോ ഗ്രീനും മിക്സായിട്ടുള്ള കളറുള്ളതുണ്ട്, പിന്നെ ഗ്രീൻ മാത്രമായിട്ടുള്ളുണ്ട്. അങ്ങനത്തെ വീടുകളിൽ നമുക്ക് കയറാം. ഇതിപ്പോൾ നമ്മൾ വന്ന റെഡ് വീട്ടിലേക്കാണ്. ഇവിടെ അങ്ങനെ കയറൽ അങ്ങോട്ട് വഴിയുണ്ട്. ഓ ഇത് നമ്മൾ ആദ്യം നിന്നിനെ പോലത്തെ ഒരു മോണ്ടൻ വീടാണല്ലോ. മാടൻ ഓ അടിപൊളി വീടല്ലേ. വണ്ടി എടുത്തില്ല കൊഫക്ക് ഇതൊക്കെ അങ്ങനെ കയറല്. ഓ സെറ്റപ്പ് വീടാണല്ലോ. ഇവിടെ അങ്ങനെ പുറത്തൊക്കെ ഇല്ലടാ. അങ്ങോട്ടങ്ങനെ ഇവരൊക്കെ വണ്ടി കിട്ടണേ. ഓ നമ്മളിപ്പോൾ വന്ന വഴി അങ്ങോട്ട് കയറ്റിയത് ആണ് വീട്ടിൻ്റെ ഉള്ളിൽ കയറുള്ളത്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നോക്കാം. ഓ ഇതെത്തപ്പത്തിയേ നമുക്കൊരു വീടുണ്ടായിന് വേറെ സർവറിൽ, ആ വീടിൻ്റെ അതേ ഇന്ത്യയുടെ. ഓ ഇതേതാല്ലേ വണ്ടിയൊക്കെ. ഇവിടെ ആംബുലൻസ് അവിടെ ഉണ്ട്. നമ്മളിവിടെ വന്നത് ഈ ഒരു വീട് കാണിച്ചു തരാൻ, വേർത്തില്ല. ഈ ഭാഗമാണ് ഇഷ്ടമായി. വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ എനിക്ക് ഈ ഭാഗമെല്ലാം ഇഷ്ടം. ആംബുലൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. യെസ്, നമുക്ക് നേരെ മൗണ്ടൈൻസ് പോകാം. ഓക്കെ, മൗണ്ടൈനാണ് യെസ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഓക്കെ, വണ്ടി കയറാം. വണ്ടി ലോക്കല്ലല്ലേ? അല്ല സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പെക്കെടുത്തോ. ഇത് നിങ്ങൾ എഴുതും ഇതെന്താ, നമ്മുടെ ഷോർട്ട് കളറിൽ ഇടാത്ത റിയൽ ഇടാത്തത്. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്ലോഗ് എടുക്കുന്നതിന് എൻ്റെ ഒരു ഐപാഡ് ഉണ്ട്. ഐപാഡിൽ ഇതിനെ കേട്ടാൻ നോക്കി വോയിസ്, പക്ഷെ നടന്നില്ല. കേട്ടാനൊക്കെ കഴിയും വോയിസ്, പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്റ്റോറി പോലെ ഉണ്ട്. ഏത് സർവർ ഇറങ്ങിയാലും സ്റ്റോറി പോലെ ഫസ്റ്റ് മുന്നോട്ട് പോകണം. അതിങ്ങനെ പോകുമ്പോൾ ഫസ്റ്റത്തെ മിഷൻ തന്നെ ഞാൻ ഗെയിമിൽ ബാക്കായി പോവുക ഗൈസ്. അതുകൊണ്ട് ഞാനത് അതിലെടുത്ത് കഴിഞ്ഞു ഏതാ ഗൈസ് പറഞ്ഞില്ല. ഈ വഴിയാണ് പോകേണ്ടത്. ഏതാ വഴി? ഈ വഴിക്കൂടെ പോയതാണ് ഗൈസ്. ഇതുകൊണ്ട് മറ്റേ GTA 5 പള്ളി പോലത്തെ സ്ഥലമാണ്. എന്താ ഗെയിം താറാബിസിൻ്റെ ചാനൽ കാണാറുണ്ടോ ഗൈസ്? നിങ്ങൾക്കറിയാൻ കഴിയും. ഈ വഴി അങ്ങ് പോവുക ഗൈസ്. ഈ വഴിയല്ലേ നമ്മുടെ മറ്റേ ഇങ്ങോട്ട് പോകണത്. അങ്ങോട്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് മിലിറ്ററിക്ക് പോകാൻ കഴിയും. നമ്മളങ്ങനെ മൗണ്ടൈൻ കയറാൻ വേണ്ടി ഉള്ള വഴി തെറ്റി. ഇത് നമ്മൾ മറ്റേൻ്റെ അടുത്ത് കൂടെ പോകണേ. നമ്മൾ മറ്റേ മിലിറ്ററിൻ്റെ അടുത്ത് കൂടെ പോകണത് തോന്നുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല ഗൈസ്. മിലിറ്ററി കണ്ട നമ്മളെ വെടിവെക്കാൻ വേണ്ടി ബോർഡില്ല. അല്ല മിലിറ്ററി കാണാം, വേറെ വഴി കാണാമല്ലോ. അല്ല അവിടെ ഇങ്ങനെ വഴി ഉണ്ടാവില്ല. അവിടുത്തെ പമ്പ് ഗൈസ്. ഈ നേരെ പോയാൽ
ഇങ്ങോട്ടാടോ പറഞ്ഞ പോലെ എനിക്കെന്നെ ഓർമ്മയിട്ടില്ല. കൺട്രോളും ഇല്ല വണ്ടിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മിലിറ്ററിക്ക് പോകണമായി മാറുന്നു. ഇന്നലെ എന്താ ആദ്യമായിട്ട് വന്നതാ. അപ്പോൾ തന്നെ ഗൈസ് ഇതിൽ നമുക്ക് മോളിലുള്ള ആൾക്കാരെ കാണാൻ കഴിയുള്ളൂ. മോളിലുള്ള ആൾക്കാരെ ആ സ്പോട്ടിൽ തന്നെ ഇന്ന് തട്ടി. പിന്നെ എണീക്കണേന് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ആൾക്കാർ ഇടിച്ചിട്ട് അതിന് വിളിക്കുന്നു. അതെന്നാ ഓക്കെ അല്ല കൺട്രോള്. വണ്ടി കൺട്രോൾ കുറച്ച് കുറവാട്ടോ. വണ്ടിയും കയറാൻ നമുക്ക് കുറച്ച് കഷ്ടപ്പെടും. എങ്ങോട്ടാണ് നമ്മൾ പോണേ? കൺട്രോൾ എങ്ങോട്ടാ? മൗണ്ടൻ തന്നെയല്ലേ കയറുന്നത്? ഈ വഴി അങ്ങോട്ടാ പോണേ? നമ്മളെ പറ്റിച്ചടാ. അങ്ങോട്ടായിട്ടും കാര്യമില്ല. ലാസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് നിൽക്കും. പക്ഷെ മൗഞ്ചിലാൻ്റെ മോൾക്കാടായില്ല. ഇതാണ് കേസ് ഇവിടുത്തെ മൗണ്ടൈൻ. പക്ഷെ എന്തായാലും ഇവിടെ വരെ നമ്മൾ വന്നല്ലോ. വേറെ വന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഒന്ന് ലൈക്കൊക്കെ അടിച്ചു വെച്ച്, ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് അടിച്ചു. ഓക്കെ പക്ഷെ ഇപ്പം നമ്മൾ മൗണ്ടൈൻ കണ്ടു. എനിക്ക് കയറാൻ കഴിഞ്ഞത് ഇപ്പം നമ്മൾ കണ്ട ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറാൻ കഴിയാത്തൊരു ഹൗസാണ്. ഇനി നമുക്ക് കയറാൻ കഴിയുന്നൊരു ഹൗസ് പോയാലോ? നിങ്ങളെന്ത് പറയുന്നു? പോവല്ലേ? ഒരു പ്രീമിയം ഹൗസൊക്കെ പോകണം. സിറ്റിയിലാണ് ഹൗസ് ഉള്ളത്. പിന്നെ ഓക്കെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ ഹൗസ്. ഹൗസിൻ്റെ അടുത്ത് തന്നെയായി നമ്മുടെ പാർക്കിങ്ങിലോട്ടൊക്കെ ഉണ്ട്. പാർക്കിങ്ങിലോട്ടുള്ള വീട് എടുത്തിട്ടേ കാര്യമുള്ളൂ. വെച്ചാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഉള്ളിൽ കയറിയിട്ട് നിർത്തുമ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തു ആവും വണ്ടിയും ഉണ്ടാവില്ല. അതിനോട് ഞാൻ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്യണ്ടേ? മറന്നുപോയി. ഇവിടെ വീട് എവിടെയാണടാ? ഇവിടുത്തൊന്നൊരു വീട്ടിലല്ലേ? അവരുടെ പച്ചക്കളവുണ്ട്. എടുത്തിട്ട് കാര്യമില്ല. ചിത്രത്തോളം പോലും പ്രശ്നം ഒരു വെള്ളം കഴിഞ്ഞ വീട്ടിലൊക്കെ എത്ര അറിയുള്ളൂ. വീട് ഇവിടുന്ന് പോയോ? കിട്ടി വീട് കിട്ടി. നമുക്ക് നേരെ ആ വീട്ടിൽ പോയി. ഓക്കെ ഇത് കണ്ടോ കുലുങ്ങണത് സ്ക്രീനൊക്കെ? ഏതാ നമുക്ക് പമ്പ് കയറിയിട്ട് വല്ല ഡീസൽ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് പോകണം. അവിടെ നന്നാക്കണ ഷോപ്പുണ്ടാ? കണ്ടല്ലേ? നമുക്കുള്ള വില അടിച്ചോണടാ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ഒരു ഫുൾ ടാങ്കിൻ്റെ അതുണ്ട്. ഫുൾ ടാങ്ക് ആവും ചെയ്തു. വേണ്ട പോവാ. നമ്മൾ മൗണ്ട് ഉണ്ട്. മൗണ്ട് ചില്ലാണ്ട് കണ്ടു. അതന്നെ നമുക്കല്ലെങ്കിൽ എനിക്കൊരു ജോബ് എടുക്കണം കഴിയും. ഇപ്പം നമ്മളുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഹോസ്പിറ്റലിൻ്റെ അല്ലേ? നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ജോബ് തന്നെ എടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ഇങ്ങനത്തെ ഈ വണ്ടി കിട്ടുള്ളൂ. നല്ലൊരു വണ്ടി, അതായത് സ്പിൻ ചെയ്തിട്ട് നമുക്ക് കുറേ വണ്ടികൾ കിട്ടും. അങ്ങനെ സ്പിൻ ചെയ്തിട്ട് നല്ലൊരു വണ്ടി കിട്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ജോബ് നെയ്യണം കേസ്. എന്നിട്ട് നമുക്ക് പോകണം ഇങ്ങോട്ട് ഒരു മൈൻഡ് ജോബ് ഉണ്ട് കേസ്. പൈസ കിട്ടും നല്ലോണം. ഒരു സെറ്റ് കല്ലുണ്ട്. ആ സെറ്റ് കല്ല് പൊട്ടിച്ചാണെങ്കിൽ നമുക്ക് എത്ര
300 കിട്ടും. ഓക്കെ, ഒരു സെറ്റ് കല്ല് പൊട്ടിച്ചാൽ. ഇപ്പം 2 സെറ്റ് കല്ല് പൊട്ടിക്കുമ്പോൾ 2 സെറ്റ് കല്ല് പൊട്ടിച്ചുമ്പോൾ നമുക്ക് എത്ര 600 കിട്ടിയില്ലേ? അങ്ങനെ പോവാം ഗൈസ്. നമുക്ക് ഇനി പോവാം. അയ്യോ, എനിക്ക് ആർക്ക് എപ്പോഴും നല്ല ഇഷ്ടമാണ്. നല്ല സ്പീഡിൽ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എത്തും ഗൈസ്. ഈ വഴി പോവാം. ഇതാകുമ്പോൾ എത്തിക്കോളും. ഒരു 1 വഴിക്ക് ഇറങ്ങണം. എത്തി ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഇതല്ലല്ലോ. നിൽക്കേ, നല്ല റൂമാണ്. നോക്കട്ടെ. ഇതല്ലേ ഗൈസ് നമ്മുടെ പേഴ്സണൽ ഹൗസ്. നമ്മുടെ പേഴ്സണൽ ഹൗസ് ബാങ്കുകാർ കൊണ്ടേ ഞാൻ പറയില്ല. ഓക്കെ, നമുക്ക് പേഴ്സണൽ ഹൗസൊന്നുമില്ല. ഏത് ഹൗസുണ്ട് പക്ഷെ എനിക്ക് നല്ല റൂമുള്ളത് വേണം. ഇതല്ല റൂമാണല്ലോ. ഇതല്ലേ ഈ ഒരു പ്രോപ്പർട്ടി മതി. ഈ പ്രോപ്പർട്ടി മതിയല്ലേ. നമുക്ക് വണ്ടി ഉള്ളിലേക്ക് പാർക്കിങ്ങിലോട്ടേക്ക് കയറ്റാം ഗൈസ്. കയറ്റിയിട്ടില്ല കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഗെയിം ബാക്ക് അടിക്കുമ്പോൾ ചിലപ്പോൾ ഗൈസ് നമ്മൾ ഈ ഗെയിമിന് ബാക്ക് അടിച്ചാണെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ വണ്ടി കിട്ടൂല. നമുക്ക് പാർക്കിങ്ങിലോട്ട് നിന്ന് 15 ഉറുപ്പ്യയും കൊടുത്ത് സ്കൂട്ടർ കൊടുത്ത് ഈ ഹോസ്പിറ്റൽ വണ്ടി എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ വരണം. പക്ഷെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിപ്പോൾ ഏത് വണ്ടിയായാലും ഏത് വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഗെയിം ബാക്ക് അടിക്കുകയാണെങ്കിലും ആ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വർക്ക് ചെയ്തിടാം അല്ലേ. ഇങ്ങോട്ട് ഇടാം. ഓക്കെ, ഓഫ്. ഇനി വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം. നമുക്ക് സ്വന്തം പ്രോപ്പർട്ടി ഒന്നുമില്ല. കണ്ടില്ലേ, ലൈറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്. അയ്യോ, റെൻറ്റിനൊന്നും കൊടുക്കല്ലടാ. കേടാ. ഓക്കെ, ഓ ഗൈസ്, മറ്റേ ജോലി ഇവനൊക്കെ ഉണ്ട് ഈ റൂമിൽ, ലൈറ്റ് പ്രോപ്പർട്ടിയിൽ. ലൈറ്റ് പ്രോപ്പർട്ടി അല്ലേ പറഞ്ഞോലെ. ഓ, റൂമൊക്കെ ഉണ്ടില്ലേ ലൈറ്റിൻ്റെ. ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യടോ. അത് അടിപൊളിയാണ്. ബാത്റൂമല്ലേ. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം ഗൈസ്. 6 ലക്ഷത്തിന് ഉള്ളൂ. എൻ്റെ കൂടെ കയറി നോക്കൂ. നോക്കാം. ഇല്ല ഇല്ല ഇല്ല. എടാ നോക്കിയേ, 3 ഹൗസറേ. എലൈറ്റ് പ്രോപ്പർട്ടി ഇങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ടല്ലേ. എലൈറ്റ് പ്രോപ്പർട്ടി 2 ഇരട്ടി അല്ല പക്ഷെ വലിയ സ്ഥലമല്ലേ. 10 ആൾക്കൊക്കെ 3 ആൾക്ക് നിൽക്കാനുള്ള പ്രോപ്പർട്ടി അങ്ങനെ സ്ഥലം കഴിച്ചു. അതിൽ 6 ലക്ഷം. 10, 10, 100, 1000, 10,000 ലക്ഷം. അതാ 6 ലക്ഷം. ഇവിടെ ഇങ്ങനെയൊക്കെ റൂം കിട്ടിയാലേ ബാറിലൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സ്ഥലം. അതാണ് നമ്മൾ ബാറൊക്കെ ഓടിക്കുന്ന സ്ഥലം. ബാറല്ല, എന്നാൽ നമുക്കിത് ഫിക്സ് ആക്കിയല്ലേ. ഫിക്സ് ആക്കുക. ഫിക്സ് ആക്കാം. അവനെ റൂമിനെ ബാക്ക് ഇറങ്ങട്ടെ. മതി നമുക്ക്. ലൈറ്റ് ഇത് പ്രോപ്പർട്ടി നോക്കി വെക്കണം കഴിച്ചു. അവിടെ ഇത് ഹോസ്പിറ്റലിൻ്റെ അടുത്താളാ. ആ തയക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇല്ലേ. പേടി ഐസി വണ്ടി പോകും. അപ്പം നമുക്ക് എന്നാൽ പിന്നെ ഈ ഒരു റൂം അങ്ങോട്ട് ഉറപ്പിക്കല്ലേ. ഉറപ്പിച്ചു. എന്നാൽ പിന്നെ ഗൈസ് ഇന്നത്തേക്ക് നമ്മുടെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ ഈ 1 സ്റ്റേറ്റ് RP കളിച്ചവർക്ക് കളിച്ചാൽ കളിച്ചുണ്ടായി ഇരിക്കാത്തവർക്ക് കളിച്ചാൽ ഗൈസ്.
ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് ഇത്. പക്ഷെ കുറേ പ്രാന്തന്മാരുണ്ട്. നമ്മൾ പോണായിട്ട് വണ്ടീൻ്റെ ടയർ പൊട്ടിച്ചാണ്ട് വണ്ടി നിർത്തിച്ചു, എന്നിട്ട് നമ്മളെ വന്നാണ്ട് കൊന്നാണ്ട് പൈസ വയ്ക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ഗെയിമിൽ. ഇങ്ങനെ പ്രാന്തന്മാരൊക്കെ ഉള്ള ഗെയിമാണ്. എല്ലാവരും കളിച്ചുമ്പോൾ സൂക്ഷിക്കുക. ഇത് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അതായത് എന്തെങ്കിലും കൂടി ഉത്തരവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാ മച്ചമ്മൾക്ക് ഒരിക്കലും കൂടി കാണാൻ. ഓക്കെ, അല്ല ബൈ ഗായ്.